2024 നവംബർ മാസം 16-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 സെന്റ് അൽഫോൻസ ചർച്ച് മനേജയിലെ ദേവാലയ കൂദാശ കർമ്മം നടന്നത്. ഈ ഒരു ദേവാലയ പ്രതിഷ്ഠയ്ക്ക് മുൻപായി ഇതിൻ്റെ ചരിത്രം നമുക്ക് വളരെ ലഘുവായിട്ട് ഒന്ന് കേൾക്കാം. 1960കളുടെ തുടക്കത്തിലാണ് കേരളത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് തൊഴിൽ തേടിയുള്ള കുടിയേറ്റം ആരംഭിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ ദ്രുതഗതിയിലുള്ള ഗുജറാത്തിലെ വ്യവസായവൽക്കരണം മലയാളികളടക്കമുള്ള വിവിധ ക്രൈസ്തവ വിഭാഗക്കാർ ഗുജറാത്തിൽ എത്തുന്നതിന് കാരണമായി. 1980കളുടെ അവസാനം വരെ ഗുജറാത്തിലേക്ക് പൊതുവിലും ബറോഡയിലേക്ക് പ്രത്യേകിച്ചും മലയാളികളുടെ പ്രവാഹത്തിൽ വൻ വളർച്ചയുണ്ടായി. 1990കളുടെ തുടക്കത്തിൽ ഗൾഫ് പ്രവാസത്തോടുകൂടി ഗുജറാത്തിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഒഴുക്ക് കുറയാൻ തുടങ്ങി. അതേസമയം നേരത്തെ കുടിയേറിയ മലയാളികളായ ക്രിസ്ത്യൻ സമൂഹ അംഗങ്ങൾ ക്രമേണ ബറോഡയിൽ സ്ഥിരതാമസമാക്കി. 2-3 തലമുറകളായി അവർ വികസിച്ചു. അവരുടെ വളർച്ചയുടെ ഈ പാതയിൽ ആത്മീയ പോഷണം ലഭിക്കേണ്ടത് ഒരു അത്യാവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. കേരളത്തിൽ നിന്ന് ബറോഡയിലേക്ക് കുടിയേറിയ സിറോ മലബാർ കത്തോലിക്ക സമൂഹം തങ്ങളുടേതായ ദേവാലയം ഇല്ലാതിരുന്നതുകൊണ്ട് അവരുടെ ആത്മീയ ആവശ്യങ്ങൾക്കായി ലാറ്റിൻ സഭയ്ക്ക് കീഴിലുള്ള ഫത്തേഗഞ്ചിലെ റോസറി കത്തീഡ്രൽ പള്ളി, മക്കാർപുരയിലെ ഡോൺ ബോസ്കോ പള്ളി എന്നിവയെ ആശ്രയിച്ചു. ഈ പള്ളികളിലെ വിവിധ പ്രവർത്തനങ്ങളിൽ അവർ സജീവമായി പങ്കെടുത്തിരുന്നു. ഇതേ സമയത്ത് തന്നെ MS യൂണിവേഴ്സിറ്റിയിൽ പഠനാർത്ഥം ബറോഡയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള വൈദികർക്ക് വാരാന്ത്യങ്ങളിൽ റോസറി പള്ളിയിൽ സിറോ മലബാർ കുർബാന ആരംഭിക്കാൻ സൗകര്യം ലഭിച്ചു. അതോടൊപ്പം സിറോ മലബാർ, ലാറ്റിൻ, മലങ്കര വിഭാഗങ്ങളിൽപ്പെട്ട കുടിയേറ്റ മലയാളി കത്തോലിക്കരുടെ ആത്മീയ, സാമൂഹിക, സാമ്പത്തിക ആവശ്യങ്ങൾക്ക് നേതൃപരമായ സേവനങ്ങൾ നടത്തുന്നതിന് സെന്റ് തോമസ് ഫെലോഷിപ്പ് രൂപീകരിക്കപ്പെട്ടു. സിറോ മലബാർ സമൂഹത്തിനുള്ള ആദ്യത്തെ മുഴുവൻ സമയ ചാപ്ലിനായി നിയമിതനായ നിര്യാതനായ ബഹുമാനപ്പെട്ട ഫാദർ അബ്രഹാം ഓരത്തേൽ VC, അദ്ദേഹത്തിന് പിൻഗാമി ബഹുമാനപ്പെട്ട ഫാദർ ജോബി പാലക്കത്തടത്തിൽ MST എന്നിവരുടെ നേതൃത്വത്തിൽ റോസറി പള്ളിയിൽ സ്ഥിരമായും ഡോൺ ബോസ്കോ പള്ളിയിൽ മാസത്തിലൊരിക്കലും പിന്നീട് മാസത്തിൽ 2 തവണയുമായും സിറോ മലബാർ കുർബാന മുടക്കമില്ലാതെ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായി. ഈ കാലയളവിൽ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനായി മലയാളത്തിൽ വിവിധ ധ്യാനങ്ങൾ നടത്തപ്പെടുകയും ദുക്രാന തിരുനാൾ ഉൾപ്പെടെ വിവിധ തിരുനാളുകൾ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം മലയാളി സമൂഹത്തിന്റെ സാംസ്കാരിക പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള ഓണാഘോഷവും മറ്റും നടത്തപ്പെട്ടിരുന്നു. ഇതോടെ സിറോ മലബാർ സമൂഹത്തിന് അവരുടെ തന്നെ സ്വതന്ത്ര വ്യക്തിത്വവും നിലനിൽപ്പും ആവശ്യമായതായി തോന്നി. സെന്റ് അൽഫോൻസ സിറോ മലബാർ കത്തോലിക്ക പള്ളിയുടെ രൂപീകരണം 2017 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൽപ്പനയിലൂടെ ഇന്ത്യയുടെ 23 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി സിറോ മലബാർ സഭയുടെ നിലവിലുള്ള രൂപതകൾക്ക് പുറമേ ഉണ്ടായിരുന്ന എല്ലാ ഭൂപ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് സിറോ മലബാർ കുടിയേറ്റ കത്തോലിക്ക സമൂഹത്തിന് മാത്രമായി അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ അധ്യക്ഷനായി നിയമിച്ചുകൊണ്ട് ഷംഷാബാദ് രൂപത രൂപീകരിക്കപ്പെട്ടു. അതിനെ തുടർന്ന് ഷംഷാബാദ് രൂപതയിലെ പടിഞ്ഞാറൻ മേഖലയായ ബറോഡയിലെ മക്കാർപുരയിലെ സിറോ മലബാർ സമൂഹം 2017 ഏപ്രിൽ 20,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഭൂപ്രദേശം ബഹുമാനപ്പെട്ട ജോബി പാലക്കത്തടത്തിൽ അച്ഛന്റെ നേതൃത്വത്തിൽ മനേജയിൽ സ്വന്തമാക്കുകയും തോമാ മാർഗ് സബർമതി ട്രസ്റ്റിന്റെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 2017 സെപ്റ്റംബറിൽ ഈ സ്ഥലത്ത് ഒരു താൽക്കാലിക ഷെഡ് നിർമ്മിക്കുകയും വിശുദ്ധ അൽഫോൻസാമയുടെ നാമത്തിലുള്ള വിശ്വാസ സമൂഹം രൂപീകരിക്കുകയും ചെയ്തു. 2017 ജപമാല മാസത്തിന്റെ ഭാഗമായി ഒക്ടോബർ 1 മുതൽ ഈ സമൂഹം ഒരുമിച്ച് ജപമാല പ്രാർത്ഥന ആരംഭിച്ചു. 2017 ഒക്ടോബർ 18 ഇവിടുത്തെ താൽക്കാലിക ഷെഡിൽ ആദ്യ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് പ്രസ്തുത സ്ഥലം സംരക്ഷിക്കുന്നതിനായി ചുറ്റുമതിലും ഗേറ്റും സ്ഥാപിച്ചു. അതോടൊപ്പം ജല, വൈദ്യുത, ശൗചാലയ സൗകര്യങ്ങളും ക്രമീകരിച്ചു. 2018 മാർച്ച് 1 ഈ സമൂഹത്തിന്റെ മുഴുവൻ സമയ പ്രഥമ വികാരിയായി ബഹുമാനപ്പെട്ട ടോം വടക്കേക്കര അച്ഛൻ നിയമിതനായി. ഇവിടുത്തെ താൽക്കാലിക ഷെഡിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അച്ഛൻ ആരംഭിച്ചു. തുടർന്ന് ഇവിടെയുള്ള സിറോ മലബാർ വിശ്വാസികൾ ഒരുമിച്ചുകൂട്ടി വേദപാഠവും ഭക്തസംഘടനാ പ്രവർത്തനങ്ങളും കുടുംബ കൂട്ടായ്മ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. അതോടൊപ്പം നിലവിലുണ്ടായിരുന്ന താൽക്കാലിക ഷെഡിനെ കൂടുതൽ കുടുംബങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് അനുയോജ്യമായി വികസിപ്പിച്ചു. 2018 ജൂൺ 24 നവീകരിച്ച ഷെഡിന്റെ ആശീർവാദം പാലാരൂപതാ മെത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിക്കുകയും ഭരണങ്ങാനത്ത് നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ അൽഫോൻസാമയുടെ തിരുശേഷിപ്പ് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തദവസരത്തിൽ തന്നെ ഷംഷാബാദ് രൂപതയുടെ ഗുജറാത്ത് റീജിയണിലെ പ്രഥമ ഇടവകയായി SHD ബാർ 15/22/2018 കൽപ്പന പ്രകാരം
ഈ സമൂഹത്തെ ശംഷാബാദ് രൂപതയുടെ അന്നത്തെ മെത്രാനായിരുന്ന അഭിമന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് ഔദ്യോഗികമായി ഉയർത്തി. പിന്നീട് ഗുജറാത്ത് സബർമതി മിഷനെ കേരളത്തിലെ പാലാ രൂപത മിഷൻ പ്രദേശമായി ഏറ്റെടുത്തു. ശംഷാബാദ് രൂപതയുടെ സഹമെത്രാനായ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവ് ഇതിന്റെ ഏകോപന ചുമതല നിർവഹിക്കുന്നു. പുതിയ പള്ളി നിർമ്മാണം. ബഹുമാനപ്പെട്ട ടോം വടക്കേക്കര അച്ഛന്റെ തീക്ഷ്ണമായ നേതൃത്വത്തിൽ ഈ ഇടവക സമൂഹം സവിശേഷമായ കൂട്ടായ്മയിൽ വളർന്നതിന്റെ പശ്ചാത്തലത്തിൽ പുതിയൊരു ദേവാലയവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുക അത്യാവശ്യമായി വന്നതിനെ തുടർന്ന് അതിനായുള്ള നടപടികൾ ആരംഭിച്ചു. 2020 ജനുവരി 8 വഡോദര മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള നിയമപരമായ അനുമതികൾ ലഭിച്ചു. 2020 ഡിസംബർ 27 ശംഷാബാദ് രൂപതയുടെ ബിഷപ്പായിരുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം പുതിയ പള്ളിയുടെ ശില വെഞ്ചരിച്ചു. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കാനായില്ല. പാൻഡമിക് സ്ഥിതി നിയന്ത്രണത്തിലായപ്പോഴാണ് 2021 നവംബർ 29 മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിൽ പള്ളിയുടെ കല്ലിടൽ ശുശ്രൂഷ നടന്നത്. അതിന് പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്നിതാ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ അനന്തമായ സ്നേഹവും കരുണയും ബഹുമാനപ്പെട്ട വികാരിയുടെ നേതൃത്വത്തിലുള്ള ഇടവക സമൂഹത്തിന്റെ അക്ഷീണമായ പ്രയത്നങ്ങളാലും പ്രാർത്ഥനകളാലും നിരവധി സുമനസ്സുകളുടെ സഹായത്താലും ഈ ആലയവും അനുബന്ധ കെട്ടിടങ്ങളും കൂദാശയ്ക്കും വെഞ്ചിരിപ്പിനുമായി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു നിർമ്മാണ പ്രവൃത്തി വളരെ ചെലവേറിയതിനാൽ ഗുജറാത്തിനകത്തും പുറത്തുമുള്ള നിരവധി വ്യക്തികളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ധാരാളമായ സാമ്പത്തിക പിന്തുണ ഇതിനാവശ്യമായിരുന്നു. ഈ അവസരത്തിൽ അവരേവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇടവക സമൂഹത്തിന്റെ അകമഴിഞ്ഞ സാമ്പത്തിക സമർപ്പണത്തോടൊപ്പം ശംഷാബാദ് രൂപതാ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായവും അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവിന്റെ സവിശേഷ താല്പര്യം കൊണ്ട് പാലാ രൂപതയിൽ ഏതാണ്ട് 25 പള്ളികളിൽ നിന്നുള്ള പിരിവും ശംഷാബാദ് രൂപതയിലെ ഗുജറാത്ത് റീജിയനിലെ വിവിധ പള്ളികളിൽ നിന്നുള്ള സംഭാവനയും ബഹുമാനപ്പെട്ട ടോം വടക്കേക്കര അച്ഛന്റെ മാതൃ ഇടവകയായ പാലക്കാട് വടക്കംചേരി ഇടവകാംഗങ്ങളുടെ സഹായവും അച്ഛൻ മുൻപ് വികാരിയായിരുന്ന സേലം ഇടവകാംഗങ്ങളുടെ സഹകരണവും ഒപ്പം തന്നെ സാമ്പത്തികമായ പിന്തുണ നൽകിയ ഇവിടുത്തെ തന്നെ റോസറി പള്ളിയിലെയും ഡോൺ ബോസ്കോ പള്ളിയിലെയും മലങ്കര പള്ളിയിലെയും ബറോഡയിലെ ഓർത്തഡോക്സ് മാർത്തോമ പള്ളികളിലെയും സെന്റ് തോമസ് ഫെലോഷിപ്പ് ബറോഡ കേരള സമാജത്തിലെ അംഗങ്ങളുടെയും കൂടാതെ ഈ ദേവാലയ നിർമ്മാണത്തിന് സഹകരിച്ച് ഇവിടുത്തെയും നാട്ടിലെയും വിദേശത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ അഭ്യുദായകാംക്ഷികളെയും നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ എല്ലാം പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ച് അഭിമാനത്തോടെ നന്ദിയോടെ പ്രത്യാശയോടെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം.